നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബാദിറു ബിൽ അമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം. നിങ്ങൾ ധാരാളമായി അമലുകൾ ചെയ്യുക, സൽപ്രവർത്തനങ്ങൾ ചെയ്യുക. കാരണം ഫിത്നകൾ ധാരാളമായി വരാനിരിക്കുന്നു, രാത്രിയുടെ ഇരുണ്ട കഷ്ണങ്ങൾ പോലെ. ധാരാളമായി ഫിത്നകൾ ഒന്നിനു പിറകെ ഒന്നായി വരും. അതിനു മുമ്പ് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരൂ. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ ഔ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. രാവിലെ മുസ്ലിമായ ഒരാൾ വൈകുന്നേരം കാഫിറായിത്തീരും, വൈകുന്നേരം മുസ്ലിമായ ഒരാൾ രാവിലെ ആകുമ്പോഴേക്ക് കാഫിറായിത്തീരുന്ന വമ്പിച്ച ഫിത്നകൾ വരും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? യബീഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയ. ദുനിയാവിലെ തുച്ഛമായ ലാഭത്തിന് വേണ്ടി അയാൾ മതം വിൽപ്പന നടത്തുമെന്നാണ്. ഭൗതിക നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി ആദർശം മാറ്റി പറയുക. നമുക്കറിയാം, ഇന്ന് എല്ലാ രംഗത്തും അതുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ കാലുമാറുന്നു, രാഷ്ട്രീയക്കാർ കാലുമാറുന്നു. എന്തിനു വേണ്ടി? പൈസ കൊടുത്താൽ മതി. അതേപോലെ തന്നെ പണം കിട്ടിയാൽ മതം മാറുന്നവർ, പണം കിട്ടിയാൽ ആദർശം മാറുന്നവർ, പണം കിട്ടിയാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിനെ കൈയൊഴിയുന്നവർ. അങ്ങനെ മതപരമായി നോക്കിയാലും ഭൗതികമായി നോക്കിയാലും പണത്തിനു വേണ്ടി എന്തും മാറ്റി പറയാൻ യാതൊരു ലജ്ജയുമില്ലാത്ത ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതെല്ലാം അന്ത്യനാളിൻ്റെ അടയാളമായി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്.